കേരളത്തിലെ ജനവികാരം തങ്ങൾക്കെതിരാണെന്നും ഒരു ഭരണമാറ്റം ഉറപ്പാണെന്നും ബോധ്യമായ ഇടതുപക്ഷ നേതാക്കന്മാർ ഒരു സിമ്പതി വേവ് സൃഷ്ടിക്കാനായിട്ടാണ് ഈ നാടകം ഇവരെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. പക്ഷേ വീണ ജോർജ് മാത്രമല്ല, സ്പീക്കർ, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇന്നലെ കണ്ണീരോടുകൂടിയാണ് പറയുന്നത്. കരയ്യ പുള്ളിക്കും ഒരു അവാർഡ് കൊടുക്കാം. ഈ അണ്ണാൻ മൂത്താലും മരംകേറ്റം മറക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ സ്പീക്കറുടെ കസേരയിലാണ് ശ്രീ എം ഷംഷീർ ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനില്ല. പഴയ SFIക്കാർ അല്ലെങ്കിൽ പഴയ ഒരു DYFകാരൻ്റെ ഭാഷയിലാണ് സ്പീക്കർ സംസാരിച്ചത്. സ്പീക്കറാണ് അവരെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞത്, സ്പീക്കറാണ് ആശുപത്രിയിലേക്ക് സംവിധാനം ചെയ്തത്, സ്പീക്കറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത്. ആ മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ട് ആശുപത്രിയിലെത്തി. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു നാടകമായിട്ട് വേണം കാണാൻ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്നലെ രാത്രി ഞാൻ 12 മണി വരെ കണ്ട ദൃശ്യമാധ്യമം എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലാണ്. അവരിതിൻ്റെ ഫാക്റ്റ് ഈ ചാനലുകളുടെ ഓരോ ആംഗിളുകളും നിരത്തി. അവർ പറഞ്ഞു മന്ത്രിയുടെ പരിസരത്തോട്ടും KSUക്കാർ പോയിട്ടില്ല, മന്ത്രിയുടെ ശരീരത്ത് തൊട്ടിട്ടില്ല, പിന്നെ കുട്ടിച്ചാത്തനെങ്ങാനും വന്ന് കഴുത്തിൽ വല്ലതും തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നമസ്കാരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജ് KSU പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇന്ന് കേരളത്തിലെമ്പാടും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ KSU പ്രവർത്തകർ വീണ ജോർജിനെ പരിക്കേൽപ്പിച്ചു, വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഓരോരോ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ എല്ലാവരുടെയും കയ്യിൽ, ആബാലവൃദ്ധ ജനങ്ങളുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണുകളിൽ ക്യാമറകളുണ്ട്. സ്വാഭാവികമായും അസ്വാഭാവികമായും കാണുന്ന ഓരോ ദൃശ്യങ്ങളും തന്റെ ക്യാമറയിൽ പകർത്തുന്ന സ്വഭാവം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രകടനമായി എത്തിയ ആ ഒരു സന്ദർഭം അവിടെ തടിച്ചുകൂടിയ ആബാലവൃദ്ധ ജനങ്ങളും തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയുണ്ടായി. കൂടാതെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ മാധ്യമങ്ങളും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമെല്ലാം മൊബൈൽ ദൃശ്യങ്ങളിലൂടെ പകർത്തിയ ഒരു ദൃശ്യത്തിൽ പോലും KSU പ്രവർത്തകർ വീണ ജോർജിനെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കഴുത്തിന് പിടിക്കുന്നതോ കൈക്ക് കയറി പിടിക്കുന്നതോ അവരെ സ്പർശിക്കുന്നതോ ആയ ഒരു ദൃശ്യം പോലും ഒരു മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. CCTV ദൃശ്യങ്ങൾ സർക്കാർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. വീണ ജോർജിന്റെ കഴുത്ത് സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. എന്താണ് അവർക്ക് പരിക്ക് എന്നുള്ളത് മെഡിക്കൽ ബുള്ളറ്റിൻ ചേർന്ന് അതും പുറത്തുവിട്ടിട്ടില്ല. മെഡിക്കൽ ബോർഡ് ചേർന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞപ്പോൾ വീണ ജോർജിന് പരിക്കുണ്ട് എന്നല്ലാതെ എന്ത് തരത്തിലുള്ള പരിക്കാണ്, എന്താണ് അക്രമത്തിൽ ഏത് തരത്തിലുള്ള പരിക്കാണ് അവർക്ക് പറ്റിയത് എന്ന് ഇതുവരെയും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിട്ടില്ല. സ്കാനിംഗ് റിപ്പോർട്ടും പുറത്തുവിടുന്നില്ല. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകർ വീണ ജോർജിനെ ആക്രമിച്ചതിന്റെ ഒരു വീഡിയോ ദൃശ്യമോ മൊബൈൽ ദൃശ്യമോ ഇന്നേവരെയും ഈ നിമിഷം വരെയും ലഭ്യമായിട്ടില്ല. കഴിയാവുന്നത്ര വീഡിയോ ദൃശ്യങ്ങളെല്ലാം പല ആംഗിളുകളിലുള്ളത് ഞങ്ങൾ ക്രൈം ഓൺലൈൻ പരിശോധിക്കുകയുണ്ടായി. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം എടുത്ത വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് തന്നെയാണ് വീണ ജോർജുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും ഞങ്ങൾ തയ്യാറാക്കിയത്. ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളിലും വീണ ജോർജിന്റെ പരിസരത്തേക്ക് പോലും KSU പ്രവർത്തകർ എത്തുന്നത് കാണാൻ കഴിയുന്നില്ല. പോലീസ് അതിനു മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. മന്ത്രിയാണ് KSU പ്രവർത്തകർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ട് വിടൂ, ഞാൻ അവരോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീരെ പക്വതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി കാണാൻ കഴിഞ്ഞത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന്റെ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ ജോർജിനെ ആക്രമിച്ച ആ അക്രമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. എനിക്കറിയാം ആരാണ് വീണ ജോർജിനെ ആക്രമിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ബഹുമാന്യനായ സ്പീക്കറും എല്ലാം കെട്ടിച്ചമച്ച ഈ കഥകളിൽ ആരാണ് വില്ലൻ എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്ന മട്ടിലാണ് സ്പീക്കർ ഷംസീറിന്റെ പ്രവൃത്തിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിവരിച്ചത്, അല്ലെങ്കിൽ അതിനോടാണ് ഉപമിച്ചത്. അണ്ണാൻ എത്ര പ്രായമായാലും മരങ്ങേറ്റം മറക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഷംസീർ പഴയ SFIക്കാരനാണ്, DYFIക്കാരനാണ്. അതുകൊണ്ട് പഴയ കാലത്ത് ഉണ്ടായ തമ്മിത്തല്ലുകളും കലഹങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുതകൾ ഉണ്ട് എന്ന് പറയുന്നതിനുള്ള ആ ഒരു പ്രവണതയും ഇപ്പോഴും ഷംസീറിൽ ഉണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്നുള്ള പ്രവൃത്തിയിലൂടെ വിവക്ഷിച്ചത്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ മിടുക്കനായിരുന്നു SFI പ്രവർത്തകനായിരുന്നപ്പോൾ, DYFI പ്രവർത്തകനായിരുന്നപ്പോൾ ഷംസീർ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വീണ്ടും കേരളത്തിന്റെ ബഹുമാന്യനായ സ്പീക്കർ പദവിയിലേക്ക് എത്തിയപ്പോഴും ആ പഴയകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ തന്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടായ അത്തരം വിഷയങ്ങൾ ഷംസീർ മറന്നിട്ടില്ല. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധ പ്രകടനം ഉണ്ടായപ്പോൾ അവരെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ഷംസീർ നുണ പറഞ്ഞതിന്റെ പൊരുൾ ഇത് തന്നെയാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയത്.
സംസ്ഥാന സെക്രട്ടറിയായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ വീണ ജോർജിന് എന്തോ അത്യാഹിതം പറ്റിയതുപോലെയാണ് കരഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രതികരിക്കുന്നത് കണ്ടത്. എത്രത്തോളം കള്ളത്തരങ്ങളാണ് ഇവർ പടച്ചുവിടുന്നത്. ജനങ്ങളെ കള്ളം പറഞ്ഞു പറ്റിച്ച് ജനങ്ങൾക്ക് മുൻപിൽ സദുദ്ദേശപരമായ യാതൊരു കാര്യങ്ങളും ജനക്ഷേമകരമായ ഒരു പ്രവൃത്തിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരു സഹതാപ തരംഗമുണ്ടാക്കി KSU പ്രവർത്തകർ വീണ ജോർജിനെ അടിച്ച് നിലംപരിശാക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയുണ്ടാക്കി ജനങ്ങൾക്ക് മുന്നിൽ സഹതാപത്തോടെ കൈനീട്ടിച്ചെന്ന് വോട്ട് മേടിച്ച് വീണ്ടും അധികാരത്തിൽ വരാമെന്നാണ് പിണറായി വിജയനും കൂട്ടരും വിചാരിക്കുന്നത്. അതിനുവേണ്ടി വീണ ജോർജ് എന്ന മന്ത്രിയെ കരുവാക്കുകയായിരുന്നു. മന്ത്രിയും അതിന് കൂട്ടുനിന്നു. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം കൂടിയേ തീരുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരും ഈ നാടകത്തിന് കരുവാകേണ്ടി വന്നത് എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. എന്നാൽ ആരാണ് വീണ ജോർജിനെ ആക്രമിച്ചത് എന്നുള്ളതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിപ്പെടുത്തിയത് കുട്ടിച്ചാത്തൻ ആയിരിക്കും. കാരണം കുട്ടിച്ചാത്തൻ അദൃശ്യനായിട്ട് വരുന്ന ഒരു ശക്തിയുണ്ട് എന്നാണ് വിശ്വാസി കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ ജോർജിനെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയ ചില വിവരങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ച മുഴുവൻ ഇടതുപക്ഷ നേതാക്കന്മാരും ഈ പുതുയുഗ യാത്ര നയിക്കുന്ന VD സതീശന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വീണ ജോർജിനെ ആക്രമിച്ചതെന്ന് പരസ്യമായി പറയുകയും ഇനി പുതുയുഗ യാത്ര സഞ്ചരിക്കാനുള്ള വഴിയിലെ സകല ബോർഡുകളും അടിച്ചു തീർക്കുകയും ആ യാത്രയെ അപകീർത്തിപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ തൻ്റെ അണികളെ ഇളക്കിവിട്ട് ചെയ്യിക്കാനും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മോശമായ സ്ഥിതിയിലാണ്. എല്ലാവരും പറയുന്നത് വെന്റിലേറ്ററാണ്. ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല. ആദ്യമായി പറയുന്നത് കേരളത്തിൻ്റെ സ്പീക്കറാണ്. ഈ അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ സ്പീക്കറുടെ കസേരയിലാണ് ശ്രീ AM ഷംഷീദ് ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനില്ല. പഴയ SFIക്കാർ അല്ലെങ്കിൽ പഴയ ഒരു DYFകാരൻ്റെ ഭാഷയിലാണ് സ്പീക്കർ സംസാരിച്ചത്. സ്പീക്കറാണ് അവരെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞത്. സ്പീക്കറാണ് ആശുപത്രിയിലേക്ക് സംവിധാനം ചെയ്തത്. സ്പീക്കറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത്. ആ മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ട് ആശുപത്രിയിലെത്തി. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു നാടകമായിട്ട് വേണം കാണാൻ. നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളെ ഒളിച്ച് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്നലെ രാത്രി ഞാൻ 12 മണിവരെ കണ്ട ദൃശ്യമാധ്യമം എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലാണ്. അവരിതിൻ്റെ ഫാക്റ്റ് ഈ ചാനലുകളിലെ ഓരോ ആംഗിളുകളും നിരത്തി. അവർ പറഞ്ഞു മന്ത്രിയുടെ പരിസരത്തോട്ടും KSUക്കാർ പോയിട്ടില്ല, മന്ത്രിയുടെ ശരീരത്ത് തൊട്ടിട്ടില്ല. പിന്നെ കുട്ടിച്ചാത്തനെങ്ങാനും വന്ന് കഴുത്തിൽ വല്ല തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചാത്തൻ സേവയുടെ ഫലമായിട്ട് ആണ് മന്ത്രിക്ക് അവാർഡുണ്ടായി. പിന്നെ മന്ത്രി ഇന്നലെ രാത്രി തന്നെ പരിയാരത്ത് മാറ്റി. ഞാൻ പറയുന്നു, അടിയന്തരമായി നമ്മുടെ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിനാകാത്തതുകൊണ്ട് അവരെ അടിയന്തരമായി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് അവിശ്വാസമുള്ള എല്ലാ നേതാക്കന്മാരും അമേരിക്കയ്ക്കാണ് പോകുന്നത്, മുഖ്യമന്ത്രി അടക്കം, കോടിയേരി അടക്കം. അപ്പോൾ അടിയന്തരമായി നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് പരിയാരത്ത് നിന്ന് അടിയന്തരമായി അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. ഇനി പരിയാരത്ത് വല്ല ശസ്ത്രക്രിയയും ചെയ്ത് കത്രികകത്ത് പോയാൽ പിന്നെ അതും ജോലിയാണ്. ഇലക്ഷൻ വരികയാണ്, മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഒരു പരിയാരത്ത് പോലും ഒരു ശസ്ത്രക്രിയ നടന്നാൽ ചിലപ്പോൾ ആ ശസ്ത്രക്രിയ നടക്കുന്ന കൂട്ടത്തിൽ ഒരു കത്രിക അകത്ത് പോയാൽ അതും ജോലിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി നീതിപൂർവമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി KSUക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരെ വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു ലിംഗസമത്വത്തിന് വാദിക്കുന്ന നാടായത്. സ്ത്രീ പുരുഷ സമത്വം വേണം. ഇപ്പോൾ സ്ത്രീയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയ നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഞങ്ങൾ ആരോഗ്യമന്ത്രിയാണ് കരിങ്കൊടി കാണിച്ചത്, അല്ലാതെ അത് സ്ത്രീയെ അല്ല കാണിച്ചത്. സ്ത്രീ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ കാണിച്ചത്. അത് പുരുഷനായിരുന്നേ പുരുഷനെ കാണിക്കും. പിന്നെ ഇന്നലെ കണ്ണൂരെ ഓരോ നേതാക്കന്മാരുടെയും പിന്നെ പ്രസംഗവും ഇതൊക്കെ കണ്ടില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫർസീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ കയറി എന്ന് പറഞ്ഞ് കൊലക്കുറ്റത്തിന് കേസെടുത്ത വധശ്രമം. ആ കേസ് എവിടെ പോയി? ആ കേസ് എവിടെ പോയി? മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസ് ചീറ്റിപ്പോയില്ലേ? കാരണം അതിന് തെളിവ് ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യില്ല. ആ പയ്യനെ മൃഗീയമായി പൈശാചികമായി കൈകാര്യം ചെയ്തു. 2, ഇത് നമ്മൾ പറയുന്നു
എല്ലാവരും ദൃക്സാക്ഷിയെ പോലെ പറയുന്നു. പണ്ട് AKG സെൻറ്ററിൽ ഒരു പടക്കം പൊട്ടിയപ്പോൾ കെട്ടിടം കിടന്ന് കുലുങ്ങുന്ന കാഴ്ച വികാരനിർഭരമായി അവതരിപ്പിച്ച ആളാ ശ്രീമതി. അപ്പോൾ അവിടെ ഒരു ചെറിയ ഓലപ്പടക്കമാണ് പൊട്ടിയത്. അതൊക്കെ എന്ത് ഉളുപ്പും ഇല്ലാതെ ഇവരെന്ത് കള്ളത്തരവും പറയും. ഇപ്പോൾ അവരുടെ ഹാലിളകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പോൾ 3 ജാഥകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടച്ചു. ആ 3 യാത്രയും വിലാപയാത്രകളായിരുന്നു. ശ്മശാനമൂകമായി, ഒരാവേശമില്ല. നമുക്കറിയത്തില്ലേ, SFI, DYFI, മാർക്സിസ്റ്റ് പാർട്ടി, മറ്റ് ഇടതുമുന്നണിയിലെ യുവജന പ്രസ്ഥാനങ്ങൾ എന്തൊരാവേശമാണ് കഴിഞ്ഞ കാലത്ത് ഈ നടത്തിയ ജാഥകൾ. ഏതെങ്കിലും ഒരു ജാഥ ശ്മശാനമുഖമല്ല പോയെന്ന് പറയാവോ? തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ കിടക്കുന്നു. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞ് പിന്നെ സ്ഥലം. അപ്പോൾ കേരളത്തിലെ ജനവികാരം തങ്ങൾക്കെതിരാണെന്നും ഒരു ഭരണമാറ്റം ഉറപ്പാണെന്നും ബോധ്യമായ ഇടതുപക്ഷ നേതാക്കന്മാർ ഒരു സിമ്പതി വേവ് സൃഷ്ടിക്കാനായിട്ടാണ് ഈ നാടകം ഇവരെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. പക്ഷേ വീണ ജോർജ് മാത്രമല്ല, സ്പീക്കർ, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇന്നലെ കണ്ണീരോടുകൂടിയാണ് പറയുന്നത്. കരയ്യ പുള്ളിക്കും ഒരു അവാർഡ് കൊടുക്കാം അഭിനയത്തിന്. കരയ്യ പുള്ളി വീണ ജോർജിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആസൂത്രിതമാണ്. എന്താണ് ആസൂത്രിതം? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ജനവികാരം വഴിതിരിച്ചുവിടാൻ ആസൂത്രിതമായ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കറാണ് അതിന് കാർമ്മികത്വം വഹിച്ചത്. സ്പീക്കറിൽ നിന്ന് തുടങ്ങി പിന്നെ ജില്ലാ സെക്രട്ടറി വരെ ഇന്നലെ കേരളം മൊത്തം അഴിഞ്ഞാടുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കെ. എല്ലാ ബോർഡുകളും നശിപ്പിച്ചു. നീലേശ്വരത്തെ പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. കണ്ണൂർ DCC ഓഫീസിനകത്ത് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. KPCC ഓഫീസ് ഇന്നലെ പോലീസ് രാജായിരുന്നു. എങ്ങോട്ടായി പോകുന്നു?